സഹിൻ, 1000 കോടി കടന്നേക്കാം ഈ വമ്പൻ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറയുന്നു. ഇതിൽ ഈ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഒരൊറ്റ ബ്രാഞ്ചിലേക്ക് മാത്രം 400 കോടിയിൽ പരം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള കണ്ടെത്തലുകളൊക്കെയാണ്. അപ്പോൾ ഈ ക്രൈം ബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? അന്വേഷണ സംഘത്തിന് രൂപം ആയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് സേതു, ഈ തട്ടിപ്പിനെ കുറിച്ചാണ് ആദ്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. അതായത് ഈ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന BJP നേതാക്കളെ അടക്കം പറഞ്ഞു ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: CSR ഫണ്ട് കാര്യമായി തന്നിലേക്ക് വരുന്നുണ്ട്. ആ CSR ഫണ്ടും ഒപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന പണവും ഉപയോഗിച്ചുകൊണ്ട് സൊസൈറ്റി വഴി ഈ നമ്മൾക്ക് ഇത്തരത്തിലുള്ള സ്കൂട്ടർ ആയിക്കൊള്ളട്ടെ, ഗൃഹോപകരണങ്ങളായിക്കൊള്ളട്ടെ, തയ്യൽ മെഷീനുകളായിക്കൊള്ളട്ടെ, സോളാർ പാനലുകളായിക്കൊള്ളട്ടെ, ഇതെല്ലാം വിതരണം ചെയ്യാമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഈ തട്ടിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു 10 പേരിൽ നിന്നും പണം ആദ്യമേ വാങ്ങും. ആദ്യം വാങ്ങിയതിന് ശേഷം 2 പേർക്കായിരിക്കും ഈ സാധനങ്ങൾ കൊടുക്കുക. ശേഷിക്കുന്ന പണം ഇവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കും. പിന്നീട് 1-2 മാസങ്ങൾക്ക് ശേഷം 2 പേർക്ക് കൂടി സാധനങ്ങൾ കൊടുക്കും. 6 പേരുടെ പണം തങ്ങളുടെ പക്കൽ നിൽക്കും. അങ്ങനെയായിരുന്നു. അതായത് 10 പേരിൽ നിന്നും പണം പിടിച്ച് പല ഘട്ടങ്ങളിലായി 4 പേർക്ക് സാധനങ്ങൾ കൊടുക്കുകയും ബാക്കി 6 പേരുടെ പണം കയ്യിൽ പിടിക്കുകയുമായിരുന്നു ഇവർ ചെയ്തിരുന്നത്. CSR ഫണ്ട് 1 രൂപ പോലും ഇയാളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ നടത്തിയ തട്ടിപ്പ് 5000-ലധികം പരാതികൾ, അതായത് 5000-ലധികം ആളുകൾ പരാതിയുമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പരാതിയുമായി വരാത്ത നിരവധി ആളുകൾ ഇനിയുമുണ്ട്. അങ്ങനെ 5000-ലധികം പരാതികൾ ഇതിനോടകം പല പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചു കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ മാത്രം 2000 പരാതികളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. ഈ പരാതികൾ ആകമാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിൽ തന്നെ 3 കോടി രൂപ മാത്രമേ ഇയാളുടെ അക്കൗണ്ടിൽ നിന്നിപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ശേഷിക്കുന്ന 997 കോടി രൂപ അത് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിന് പോലും ഒരു തെളിവില്ല. മാത്രമല്ല, ഈ സ്കൂട്ടർ അടക്കമുള്ള കാര്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നതിന് വേണ്ടി ഓരോ സീഡ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു, ഒരു പ്രാദേശിക സൊസൈറ്റികൾ. ആ സൊസൈറ്റികളും NGOകളും ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം BJP നേതാക്കളാണ്. പ്രദേശത്തെ BJP നേതാക്കൾ ഇത്തരത്തിൽ വാങ്ങിയ പണം ഒരുപക്ഷെ ആ പണം ഈ അനന്തു കൃഷ്ണനിലേക്ക് എത്താതെ തന്നെ പല BJP നേതാക്കളും കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പണമെല്ലാം ഈ ഘട്ടത്തിൽ മുങ്ങി, ഈ പണമെല്ലാം മുക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വലിയ ഒരു തട്ടിപ്പിന് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളും എല്ലാം ഇടപെട്ടുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഒത്താശ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കൂടി അറിഞ്ഞുകൊണ്ട് കാര്യമായ ഒരു തട്ടിപ്പ് ഇതിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരൻ്റെ ആഗ്രഹങ്ങളെ വലുതാക്കി കാണിച്ചുകൊണ്ട് ആ ആഗ്രഹങ്ങളെ മുതലെടുത്തിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. സംസ്ഥാനത്ത് ഇന്നുവരെ കാണാത്ത രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു തട്ടിപ്പ്. ഒരു ഘട്ടത്തിൽ ഇത് BJPയുടെ പരിപാടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. അനന്തു കൃഷ്ണൻ എറണാകുളം ജില്ലയിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ പരിപാടികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. പ്രാദേശിക BJP നേതാക്കൾ, ജില്ലാ തലത്തിലുള്ള BJP നേതാക്കൾ, സംസ്ഥാന തലത്തിലുള്ള BJP നേതാക്കൾ, അവർ നേതൃത്വം കൊടുത്ത് നടത്തുന്ന പരിപാടികളായിരുന്നു ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ ജനങ്ങളുമായുള്ള ഒരു അടുപ്പം അത് മുതലെടുത്തിരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളെ മുതലെടുത്തിരിക്കുന്നു.